ലഹരിക്കെതിരെ ക്യാമ്പയിനുമായി കോഴിക്കോട് കോർപ്പറേഷൻ ബജറ്റ്. കുട്ടികൾ കളിക്കട്ടെ പദ്ധതി ആരംഭിക്കും. ബീച്ച് ആശുപത്രിയിൽ റീഹാബിലിറ്റേഷൻ യൂണിറ്റ് തുടങ്ങുമെന്നും ബജറ്റ് പ്രഖ്യാപനം. നിരവധി പുതിയ വികസന പദ്ധതികളും ബജറ്റിൽ പ്രഖ്യാപിച്ചു. കോഴിക്കോട് നഗരത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി നിരവധി പദ്ധതികൾ കോർപ്പറേഷൻ ബജറ്റിൽ പ്രഖ്യാപിച്ചു. ശുചിത്വ നഗരം പദ്ധതിയുടെ ഭാഗമായ അഴക് കാര്യക്ഷമമായി നടപ്പാക്കും. ഞെളിയൻപറമ്പിൽ കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിക്കും. കോഴിക്കോട് ബീച്ചിൽ യന്ത്രവൽകൃത ശുചീകരണ സംവിധാനം ഏർപ്പെടുത്തും. ലൈഫ് പദ്ധതിയിൽ 3750 വീടുകൾ പൂർത്തിയായി. 4728 വീടുകൾ കൂടി ഉടൻ പൂർത്തിയാക്കുമെന്നും ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു. തെരുവിൽ കഴിയുന്നവരുടെ പുനരധിവാസം ഉറപ്പാക്കുന്ന ഉദയം പദ്ധതിക്ക് 1 കോടി രൂപ നീക്കിവെച്ചു. സാഹിത്യ നഗരത്തിന്റെ ഭാഗമായി MTയുടെ സ്മരണയ്ക്ക് സാഹിത്യ മ്യൂസിയം സ്ഥാപിക്കും. കുട്ടികൾ കളിക്കട്ടെ പദ്ധതിയിലൂടെ ലഹരി വ്യാപനം തടയും. ഇതിനായി എല്ലാ കളിസ്ഥലങ്ങളും നവീകരിക്കും. കളിസ്ഥലത്തിൽ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുമെന്നും ഡെപ്യൂട്ടി മേയർ സി മുസാഫർ അഹമ്മദ് അറിയിച്ചു. കുട്ടികളിലെ ലഹരിയും അക്രമവാസനയും ഇന്ന് കേരളം നേരിടുന്ന വലിയ പ്രശ്നമാണ്. ഇതിനായി കുട്ടികൾ കളിക്കട്ടെ എന്ന ക്യാമ്പയിൻ ചെയ്യുകയാണ് നാം ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ഭാഗമായി എല്ലാ കളിസ്ഥലങ്ങളും നവീകരിക്കുകയും ഉപയുക്തമാക്കുകയും സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ച് എല്ലാ സ്ഥലങ്ങളും ക്ലബ്ബുകളുടെ സഹായത്താൽ രാത്രി വരെ കളിക്കാൻ സഹായകമായ രീതിയിൽ മാറ്റങ്ങൾ വരുത്തും. ജനങ്ങൾക്ക് സമയബന്ധിതമായി ഓട്ടോ സേവനം ഉറപ്പാക്കാനും തൊഴിലാളികൾക്ക് വരുമാനം ഉറപ്പാക്കി സുരക്ഷിത യാത്ര ഒരുക്കാനും കോഴിക്കോട് ഓട്ടോ എന്ന പേരിൽ ഒരു മൊബൈൽ ആപ്പ് ഏർപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നതായി ബജറ്റിൽ വ്യക്തമാക്കുന്നു. തിരക്കേറിയ മെഡിക്കൽ കോളേജ് ജംഗ്ഷൻ നവീകരിക്കും. കല്ലായിയെ അന്താരാഷ്ട്ര വ്യവസായ ടൂറിസം കേന്ദ്രമാക്കാനും ബജറ്റിൽ പദ്ധതിയുണ്ട്. 120 ദിവസം നീളുന്ന കോഴിക്കോട് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ഈ വർഷം മുതൽ ആരംഭിക്കാനും കോർപ്പറേഷൻ ഒരുങ്ങുകയാണ്. കൈരളി ന്യൂസ്, കോഴിക്കോട്.